ബോധവൽക്കരണം. ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തൂഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരൂർക്കടയിൽ ഉദ്ഘാടനം നടത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെൻറ്, കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോട്ടക്കൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം തേടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഏത് കാരവാനാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ടു എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മൾ കേരള പോലീസ്, കേരള ഗവൺമെൻറ് ഇത്രയും വലിയൊരു ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഗൗരവതരമായ ചർച്ച ഉണ്ടായത്. ഇതിൻ്റെ സോഴ്സാണ്. ഇതെവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, അത് ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക, ലഹരി മാഫിയയുടെ വേരറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളുണ്ടെന്നും ഈ തൂഫാൻ എന്ന് പറയുന്ന ഇത് ഇവിടെ അവസാനിക്കുന്നില്ല എന്നും അത് മുന്നോട്ട് തന്നെ പോകും എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.